അതായത് പെരിങ്ങാലം എന്ന് പറയുന്നത് തുരുത്താണ്, അതാണ് ഇതല്ലേ തുരുത്തിലൊരു ഭാഗമാണ്. നൈറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാണാൻ പറ്റുന്നത്. ഇത് ഈ തുരുത്ത 4 വശവും വെള്ളമാണ് പെരിങ്ങാലം. ഓക്കെ, നൈസ്. ഞങ്ങൾ മീൻ പിടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണാം. എവിടെ പോണു? എവിടെ? എല്ലാരും ഒറ്റ മൈൻഡ്. ഇതാണ് ഇവിടത്തെ മീൻ വേട്ടക്കാര്. പുള്ളി ചോദിച്ച ആര് പിടിച്ചെന്ന് പറഞ്ഞാൽ മതി. ഇതിന് നല്ല മസാലയും നല്ല ഇതൊക്കെ അങ്ങ് അതിനോട് തന്നെ പറ. എങ്ങനെയുണ്ട്? നല്ല എണ്ണയൊക്കെ ഇട്ട് വീട്ടുകാരൊക്കെ ഇനി മോനെ ബാണാജിത്തെ നീ കരിമീനെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. ബാണാജിത്തിന്റെ ഒരു നോട്ടമുണ്ട്. നിങ്ങൾ കണ്ടത് കറിമീൻ, ഞാൻ കണ്ടത് കരിമീൻ. എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തതല്ലേ? പറയൂ. അങ്ങനെ പറയാനാ പറഞ്ഞിരിക്കുന്നത്. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലി ഇതുവരെ മെമ്പർ ആയില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മെമ്പർ ആവാൻ മറക്കല്ലേ. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇത് നിൽക്കുന്ന ഒരു സ്ട്രേഞ്ചർ ക്യാമ്പിലാണ്. അപ്പോൾ ഈ സ്ട്രേഞ്ചർ ക്യാമ്പിൽ പ്രത്യേകമുണ്ട്. ഈ സ്ഥലം എവിടെയെന്ന് വെച്ചാൽ നമ്മളെ പൊന്മാൻ ഫിലിം ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷം നമുക്ക് കാണാം. ഈ സ്പോട്ടിലാണ് നമ്മൾ പൊന്മാൻ സിനിമയുടെ കുറേ ഷൂട്ട് ചെയ്തത്. അതായത് ഇവിടെയാണ് ലാസ്റ്റ് കണ്ട ആ ഒരു ഫൈറ്റിംഗ് നമ്മളെ ബേസിൽ ജോസഫ് ഏറ്റവും കൂടുതൽ സീൻ ഇതായി ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വിവരം എന്താ, അവിടെ ഒരു പുള്ളി ഇരിപ്പുണ്ട്. ഈ പുള്ളിയാണ് അവിടുത്തെ ഓൾ. നമുക്ക് ചോദിക്കാം ഈ ഒരു പടത്തിന് ബാക്കി എത്ര ദിവസം ആയിരുന്നു ഇവിടുത്തെ ഒരു ഷൂട്ടിങ് കാര്യങ്ങളും, പിന്നെ ഏതൊക്കെ സ്ഥലത്താണ് ഷൂട്ടിങ് ചോദിക്കുക. ഹായ് ബ്രോ. ഹായ്. എന്താ പേരെന്താ? അരുൺ. എന്താണ് പൊന്മാനെ പറ്റി ഒന്ന് പറയൂ. ഇവിടുത്തെ ഈ പൊന്മാനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, പൊന്മാൻ ചെറിയ മീനുകളെല്ലാം പിടിച്ച് ഇവിടെയൊക്കെ കളിച്ചുകൊണ്ടുണ്ടായിരുന്നു. രാവിലെ 2 പൊന്മാൻ ഒന്നിച്ചിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ തന്നെ ഞാൻ എറിഞ്ഞു വായിച്ചു. ബ്രോ, ആ പൊന്മാൻ അല്ല, നമ്മളെ പൊന്മാൻ ഫിലിം നമ്മളെ ബേസിൽ ജോസഫിന്റെ പൊന്മാൻ ഫിലിം ഷൂട്ട് ചെയ്തത്. അതാണ് ചോദിച്ചത്. പൊന്മാൻ അത് ഇവിടെ വെച്ച് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെ വെച്ചാണ്? ഇവിടെ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് മാക്സിമം ഷൂട്ട് നടന്നിട്ടുണ്ടായത്. അതായത് നമ്മളെ ആ സ്വർണ്ണയിൽ എടുക്കുന്ന ആ സീൻ ഇവിടെ ഭയങ്കര അടിപൊളിയായിട്ടാണ് ഉണ്ടായത്. പക്ഷേ ആ സ്പോട്ടാണ് കണ്ടത്. അതാണ് നമ്മൾ ഓഡിഷൻ കാണിച്ചു. അത് എവിടെയാണ് ആ സ്പോട്ട്? ഞാൻ കണ്ടില്ല. കണ്ടവർ ഇതേ ഇമ്പാക്റ്റിൽ എന്നോട് പറഞ്ഞായിരുന്നു. ഇങ്ങനെയായിരുന്നു. ഈ കൂട്ടത്തിൽ എനിക്ക് പരിചയമുള്ളവരുണ്ട്, ഈ കുറച്ച് വിഷയങ്ങൾക്കുള്ളിൽ പരിചയപ്പെട്ടവരുണ്ട്, പരിചയപ്പെടാത്ത ആൾക്കാരുണ്ട്, പേരറിയാത്തവരുണ്ട്, പേരറിയുന്നവരുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇതൊരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പാണ്. ചിതരുടെ ഒരു കൂട്ടമാണ്. പരിചിതരായിട്ട് നമുക്ക് ഇവിടുന്ന് പോകണം. ഞങ്ങൾ മീൻ പിടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണാം. എവിടെ പോണു? മീൻ പിടിക്കാൻ. എവിടെ? മീൻ പിടിക്കാൻ. എല്ലാരും ഒറ്റ മൈൻഡ്. ഈ മൺട്രോത്തുരുത്തുന്ന സ്ഥലം പ്രകൃതി ഭംഗി കൊണ്ടും ഗ്രാമീണ കാഴ്ചകളും കണ്ടൽ കാടുകളും കൊണ്ടും അതിസുന്ദരമായ സ്ഥലമാണ്. എന്നാൽ നമ്മൾ ഇന്ന് ആ കാഴ്ചകളൊന്നല്ല കാണാൻ പോകുന്നത്. രാത്രി ആ ഒരു നിലാവിൻ്റെ വെളിച്ചത്തിൽ മൺട്രോത്തുരുത്തിലൂടെ നടന്നും മറ്റു പല തുരുത്തുകളും നടന്നും ആ ഒരു ഗ്രാമീണ രാത്രി കാഴ്ചകൾ കണ്ടും അതിൻ്റെ കൂടെ മീൻ പിടിക്കുകയാണ് ഇന്നത്തെ നമ്മളൊരു യാത്ര ലക്ഷ്യം. ഇനി ഈ യാത്രയെ പറ്റി വിശദമായിട്ട് പറയുന്നെങ്കിൽ, യാത്ര ലഹരിയാക്കിയതും ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള സച്ചിനാണ് കേട്ടോ ഈ ഒരു യാത്രയോടെ രൂപീകരിച്ചത്. അപ്പോൾ സച്ചിൻ പറഞ്ഞ ഒരു ആശയമാണ് ഞാൻ ഈ ഒരു യാത്രയ്ക്ക് വരാൻ കാര്യം. അതായത് നമ്മൾ ഇതുവരെ കാണാത്ത ആൾക്കാരുമായി നമുക്ക് പരിചയപ്പെടാനും അവരുമൊത്ത് നമുക്കോലെ അറിയാത്ത ഈ ഒരു ഗ്രാമത്തിൽ അവർ ഒരാളായിട്ട് നമുക്ക് യാത്ര ചെയ്യാനും തമാശകളും പറഞ്ഞു നാടൻ പാട്ടും പാടി ഇങ്ങനെ വേറെ എവിടെയെങ്കിലും പറ്റുമോ? ഇല്ലേ. എന്നാൽ അത് ഇവിടെ പറ്റും. അതാണ് മൺട്രോത്തുരുത്ത്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഈ യാത്രകൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടാറുണ്ട്, എന്താണ് അതുകൊണ്ടുള്ള ഗുണം. അത് യാത്ര ചെയ്തവർക്ക് മാത്രമേ അതിൻ്റെ ഒരു ഫീലിംഗ് മനസ്സിലാകാൻ പറ്റൂ. ഓരോ യാത്രകളും ഓരോ അനുഭവമാണ്. ഈ യാത്ര ചെയ്തപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു മൺട്രോത്തുരുത്തുള്ള നൈറ്റ് വൈബ് ആസ്വദിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഒറ്റ ഡയലോഗ് ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? എല്ലാവരും ഒറ്റ മൈൻഡാണ്. അതാണ് എല്ലാവരും ഉള്ള ഒരു കണക്ഷൻ. ഇതാണ് ഇവിടുത്തെ മീൻ വേട്ടക്കാര്. കണ്ടവന്റെ കയ്യില് അടി. അതായത് പെരിങ്ങാലം എന്ന് പറയുന്നത് തുരുത്താണ്, അതാണ് ഇതല്ലേ തുരുത്തിലൊരു ഭാഗമാണ്. നൈറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാണാൻ പറ്റുന്നത്. ഇത് ഈ കാണുന്ന വെള്ളം കണ്ടോ? ഇതിനൊക്കെ വള്ളത്തിലാണ് 4 സൈഡിലും. പിന്നെ കൊല്ലത്ത് നിന്നൊക്കെ ഇവിടെ ബോട്ട് ഉണ്ട്, സർവീസ് ഉണ്ട്. ഇവിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളും പിന്നെ LP UP സ്കൂളൊക്കെ ഉണ്ട്. അതെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തേ ഉള്ള സ്കൂളാണ്. അതിന് മുമ്പുള്ള സ്കൂളുകളൊക്കെയാണ്. ഒരുപാട് വർഷം പഴക്കമുള്ള സ്കൂളാണ്. അന്നോട്ടേ ഉള്ള ഇതൊക്കെയാണ്. ഇത് ഫുള്ള് തുരുത്ത, 4 വശവും വെള്ളമാണ്. പെരിങ്ങാലം
ഓക്കെ നൈസ്. ഓക്കെ, അങ്ങനെ ഫൈനൽ കിട്ടിയിട്ടുണ്ട് 2 നല്ല വലിയ കരിമീൻ. ഇനി ഇതിനെ ലൈവായിട്ട് നമ്മൾ എന്ത് ചെയ്യടാ? ഗ്രില്ല്. നോക്കി രണ്ടും കൂടെ നോക്കിക്കണം. ലവ് അതിനെ ഈഗോ ഹെർട്ട് ചെയ്തി. ഇനി നിങ്ങളെ പാടാ. ഇതിലിവിടത്തെ കമ്പനിക്കോ വേറെ ആർക്കോ ഒരു ബന്ധമില്ല. ഇതിപ്പോ ഇടയെന്ന് പറഞ്ഞ് വിട്ട് കളയല്ലേ. ഇത് കൊണ്ട് പുള്ളി ചോദിച്ച് ആര് പിടിച്ചെന്ന് പറഞ്ഞാൽ മതി. മാമ അതാണ് നോക്കണം. ആര് ഇവിടെ ഒരു ചുറ്റും എടാ നീ പിന്നെ അതിന് ജീവൻ കൊടുക്കണം. ഇത് കൊള്ളാം കേട്ടോ, നല്ല കളർഫുൾ പച്ചയും. ഇതിന് നല്ല മസാലയും നല്ല ഇതൊക്കെ അങ്ങനത്തെ. അതിനോട് തന്നെ പറ എങ്ങനെയുണ്ട്? നല്ല എണ്ണയൊക്കെ ഇട്ട് പച്ചക്ക് തിന്നുന്ന എനിക്ക് ഡൗട്ട് ഉണ്ട്. അവസാന ചുമയ്ക്ക് ആരെങ്കിലും വരുന്നുണ്ടോ? ഞാനെന്ത് ക്രൂരനല്ലേ? എന്തൊക്കെയാ കാണിക്കുന്നത്? ഏകദേശം ഒരു 10-15 മിനിറ്റ് വരെ ഉണ്ട്. ഇപ്പൊ എടുത്തിട്ട് പോവും. ആ മീന് ചത്തെന്നോ? പെടക്കില്ല. എന്താ അറിയാം. ഗൈസ്, നമുക്ക് കായലിൽ നിന്ന് ഫ്രഷായിട്ട് ഞങ്ങൾ പിടിച്ചത് കരിമീൻ. നല്ല പിടയ്ക്കുന്ന പടപ്പുണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല. വീട്ടുകാരൊക്കെ ഇനി മോനെ വണജിത്തെ നീ കരിമീനെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. വണജത്തിന്റെ ഒരു നോട്ടമുണ്ട്. നിങ്ങൾ കണ്ടത് കറിമീൻ, ഞാൻ കണ്ടത് കരിമീൻ. കുത്തി കയറ്റി കീർത്തന. പിന്നെ പേരെന്താ? റീന. ഗയ്സ്, രാത്രി 3:30 കണ്ട ഇത്രയും മീനിനെ പിടിച്ച്. എങ്ങനെയുണ്ട് നമ്മളെ? എങ്ങനെയുണ്ട് ബോയ്സ്? എങ്ങനെയുണ്ട് ഇവിടുത്തെ ക്യാമ്പ്? എങ്ങനെയുണ്ട്? യെസ് മാൻ. ഇതാണ് നമ്മളെ ഫിഷിംഗ് മാസ്റ്റർ ആദി ബ്രോ. വീഡിയോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന ഈ കില്ലാടിക്ക് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. പുള്ളി ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ധാരണയൊന്നുമില്ല. ആ കൊച്ചു കൊരുക്കുന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് പൊരിക്കണം, തകർക്കണം എന്നൊക്കെ പറയും. എല്ലാം ഞാൻ പറഞ്ഞെടുത്തതല്ലേ? പറയൂ. അങ്ങനെ പറയാനാ പറഞ്ഞിരിക്കണത്. കാണുന്നതല്ല, അടിച്ചു വിടുകയാണ്. അല്ലെങ്കിലും കലാകാരന്മാരെ ഈ സമൂഹം അംഗീകരിക്കില്ല കേസ്. അതാണ് ശാപം.